ഹായ് ഓൾ, വെൽക്കം ടു സൈലം ടെക്നിക്കൽ ഓൺലി ഫോർ എഞ്ചിനീയേഴ്സ്. നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസിലെ ഡിറ്റർമിനൻസി ആൻഡ് ഇൻഡിറ്റർമിനൻസി അല്ലെങ്കിൽ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന പോർഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പൊതുവെ എല്ലാവർക്കും എന്താണ് ചെറിയ ബുദ്ധിമുട്ടുള്ള പോർഷനാണെന്നൊക്കെ പറയപ്പെടാറുണ്ട്. നമുക്ക് ഈ ഒരു സെഷൻ കഴിയുന്നതോടുകൂടി നമുക്ക് അതിന്റെ എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആയിരിക്കണം, ഒരു ഡൗട്ടും ഉണ്ടാകാൻ പാടില്ല. ആ രീതിയിലാണ് നമ്മുടെ ഡിസ്കഷൻ മുന്നോട്ട് പോകുന്നത്. ക്ലിയർ അല്ലേ? സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ആണ് നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. യെസ്, ഹെഡിങ് എഴുതി തുടങ്ങാം നമുക്ക്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ദ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ഇന്നത്തെ സെഷനിൽ നമുക്ക് പറയാനുള്ളത് എന്താണ്? യെസ് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇറ്റ് ഈസ് കോൾഡ് സ്റ്റാറ്റിക് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി. ഇതാണ് നമ്മുടെ പോയിന്റ് ഓഫ് ഡിസ്കഷൻ. ക്ലിയർ അല്ലേ? ഇത് അറിയണമെങ്കിൽ നമ്മൾ ഇതിനെ ചുരുക്കി എസ് ഐ എന്ന് പറയാം. എന്താണ് അതിന്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത്? യെസ്, ഡി എസ് എന്ന് പറയുന്ന നൊട്ടേഷനാണ്. സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി ഡി എസ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഈ കാര്യം നമുക്ക് പറയണമെങ്കിൽ നമുക്ക് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിലെ വളരെ ബേസിക് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നമ്മൾ ഇതിനു മുമ്പും പല വീഡിയോ സെഷനിലും പറഞ്ഞിട്ടുണ്ട്, സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നിങ്ങൾ എക്സാമിന് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി മാത്രം പഠിക്കരുത്, മനസ്സിലാക്കി പഠിക്കണം സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ. കാരണം അതിന്റെ എല്ലാ ബേസിസും നമുക്ക് ആർ സി സിയിലും സ്ട്രക്ചർ അനാലിസിസിലും സ്റ്റീലിലും ഒക്കെ ആവശ്യമുള്ളതാണ്. ക്ലിയർ അല്ലേ? സോ അവിടെയുള്ള കുറച്ച് ബേസിക്സ് പറഞ്ഞു തുടങ്ങാം. അതിനു മുമ്പ് എന്താണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്നൊന്ന് പറയാൻ പറ്റുമോ? എന്താണ് സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയാൻ പറ്റുമോ? ഇറ്റ് ഈസ് ദ മെത്തേഡ് ഓഫ് ഫൈൻഡിങ് ഔട്ട് നമ്പർ ഓഫ് അൺനോൺസ് ആണ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ നമ്പർ ഓഫ് അൺനോൺസ് ഓർ റിഡണ്ടന്റ് ഫോഴ്സസ് ഇൻ എ സ്ട്രക്ചർ. സോ അങ്ങനെ എഴുതാം നമുക്ക്. ഇറ്റ് ഡീൽസ് വിത്ത് നമ്പർ ഓഫ് അൺനോൺസ്. ഓക്കെ, എന്താന്നൊക്കെ നമ്മൾ പറയും, കറക്റ്റ് ആയിട്ട് പറയും. അൺനോൺസ് ഓർ റിഡണ്ടൻസി ഓർ റിഡണ്ടൻസ് അല്ലെ, റിഡണ്ടൻസ് in a structure or in a member. നമ്മുടെ മെമ്പറിൽ എത്രത്തോളം അൺനോൺ ഫോഴ്സസ് ഉണ്ട് അല്ലെ? അൺനോൺ ഓർ റിഡണ്ടന്റ് എന്ത് പറയാം? ഫോഴ്സസ് അല്ലെ? കാണുന്നില്ലേ? യെസ്, അൺനോൺ ഓർ റിഡണ്ടന്റ് ഫോഴ്സസ് ഇൻ എ മെമ്പർ. ഇതിനെയാണ് ഡീൽ ചെയ്യുന്നത് ഏത്? ഈ പറയുന്ന സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്നത്. നോക്കിയേ, ഇത് അറിയണമെങ്കിൽ വളരെ ബേസിക്സ് തുടങ്ങണം നമ്മൾ. ഓക്കെ അല്ലെ? ആദ്യം നമ്മൾ അറിയേണ്ടത് ടൈപ്സ് ഓഫ് സപ്പോർട്ട് ആണ്. സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽ നമ്മൾ പഠിക്കുന്നതാണിത്. ഓക്കെ, ആർക്കെങ്കിലും അറിയാത്തുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പറയുന്നതാണ്. നമുക്ക് ഇമ്മീഡിയറ്റ്ലി വേണ്ട ഒന്ന് രണ്ട് സപ്പോർട്ട്സ് പറയാം. ഫസ്റ്റ് വൺ ഏതാണ്? ഹിഞ്ച്ഡ് ഓർ പിൻ സപ്പോർട്ട് എന്ന് പറയും അല്ലെ? ഹിഞ്ച്ഡ് ഓർ പിൻ സപ്പോർട്ട് എന്ന് പറയും. ഇതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് സപ്പോർട്ട് പറയപ്പെടുന്നത്. എങ്ങനെയാണ് ഫിഗർ ഉണ്ടാവുക ഹിഞ്ച്ഡ് ഓർ പിൻ സപ്പോർട്ടിന്റെ? അറിയാലോ, ഇതാണ് നമ്മുടെ ഏതുണ്ട്. യെസ്, ദിസ് ഇസ് എ ടൈപ്പ് ഓഫ് സപ്പോർട്ട്. ലെറ്റ്സ് സേ ദിസ് പോയിന്റ് ഈസ് എ. ഇതാണ് നമ്മുടെ ഹിഞ്ച്ഡ് സപ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ? എന്താണ് ഈ സപ്പോർട്ടിന്റെ പ്രത്യേകത? ഈ സപ്പോർട്ടിൽ യാതൊരു തരത്തിലുള്ള വെർട്ടിക്കൽ മൂവ്മെന്റ് ഉണ്ടാവില്ല. ഓക്കെ, യാതൊരു തരത്തിലുള്ള എന്താണ്? നോട്ട് അലൗസ് എനി വെർട്ടിക്കൽ മൂവ്മെന്റ്സ്. ഞാൻ അങ്ങനെ തന്നെ എഴുതുകയാണ്, കാരണം ചിലർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. നോട്ട് അലൗസ് എനി വെർട്ടിക്കൽ മൂവ്മെന്റ്സ്. അതേപോലെ നോട്ട് അലൗസ് എനി ഹൊറിസോണ്ടൽ മൂവ്മെന്റ്സ് ആണ് അല്ലെ? ബട്ട് അലൗസ് എന്താണ്? അലൗസ് ഏതാണ്? റൊട്ടേഷണൽ മോഷൻ. അലൗസ് റൊട്ടേഷൻ ആണ്. അതുകൊണ്ട് നമുക്ക് പറയാം, സിൻസ് ഇറ്റ് നോട്ട് അലൗസ് എനി വെർട്ടിക്കൽ മൂവ്മെന്റ്, there will be vertical reaction. Since it not allows horizontal movement, there will be horizontal reaction. Clear അല്ലേ? And since it allows rotation, there is no moment as a reaction. There is no moment. അല്ലെ, എന്റെ തലേന്റെ മുകളിലായി പോയി. സോ അത് മാറ്റി എഴുതാം. ഓക്കെ, there is no moment as a reaction. Wait, there is no moment as a reaction. സംഭവം ക്ലിയർ ആണോ? യെസ്, കാണാൻ പറ്റുന്നത് ക്ലിയർ അല്ലേ? So there is no vertical movement, hence there is a vertical reaction. There is no horizontal movement, hence there is a horizontal reaction. Since it allows rotation, there is no moment as a reaction. അതായത് നമ്മുടെ ഈ ഫിഗറിൽ നമ്മുടെ സപ്പോർട്ട് എയിൽ നോക്കിക്കഴിഞ്ഞാൽ അല്ലെ, സപ്പോർട്ട് എയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തോ കാണാം? സപ്പോർട്ട് എയിൽ we will be seeing a vertical reaction VA and also we will be able to see a horizontal reaction HA. ഇത് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിൽ ആദ്യ കാലങ്ങളിൽ അല്ലെങ്കിൽ ആദ്യത്തെ പടി എന്ന രീതിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. പലർക്കും ഇത് അറിയണ്ടാവും. ഹിഞ്ച്ഡ് സപ്പോർട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള റിയാക്ഷൻസ് വെർട്ടിക്കൽ റിയാക്ഷൻ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ആണ്. ക്ലിയർ അല്ലേ?
ഇതേ കാര്യം നമുക്ക് മറ്റൊരു റിയാക്ഷനിൽ പറയണം, മറ്റൊരു സപ്പോർട്ടിൽ പറയണം. ഏതാണ് സെക്കൻഡ് സപ്പോർട്ട്? ഇറ്റ് ഈസ് ടേംഡ് ആസ് റോളർ സപ്പോർട്ടാണ്. റോളർ സപ്പോർട്ടാണ്. നല്ലപോലെ ബേസിക് മനസ്സിലാക്കിയതിനു ശേഷമേ നമ്മൾ ഡിറ്റർമിനൻസിലേക്ക് കടക്കുള്ളൂ. അങ്ങനെ കടക്കുമ്പോഴേ നമുക്ക് സാധാരണ രീതിയിൽ ഉണ്ടാവുന്ന കൺഫ്യൂഷൻസ് എല്ലാം ഒഴിവാവുള്ളൂ. ക്ലിയർലി? അതിന് വേണ്ടിയാണ് ഇത്രയും ബേസിക്സ് പറയുന്നത്. നോക്കിയേ, റോളർ സപ്പോർട്ട് എന്താണ്? ഇനി കൂടുതൽ എഴുതേണ്ട ആവശ്യം ഉണ്ടാവില്ല, പറഞ്ഞു പോയാൽ മതി എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇതാണ് റോളർ സപ്പോർട്ട് അല്ലെ. ഈ റോളർ സപ്പോർട്ട് എന്താണ്? ഈ ഹാൻഡ് ഇഞ്ചഡ് ആണ്. നമുക്ക് ഈ സപ്പോർട്ടിനെ ബി എന്ന് പറയാം. നോക്കിയേ, there is a horizontal movement ഉണ്ടോ? യെസ്, horizontal movement allows ആണ് അല്ലെ. സോ എന്ത് എഴുതാം? it allows horizontal movement. റൊട്ടേഷൻ allow ആണോ? it allows റൊട്ടേഷൻ. കാരണം എന്താണ്? അവിടെ ഹിഞ്ച് ആണ്. but it does not allow vertical movement. vertical movement allow ചെയ്യോ? vertical movement allow ചെയ്യില്ല. okay, it allows horizontal movement, hence there is no horizontal reaction. കണ്ടറിയാം, റോളർ അല്ലേ, നീങ്ങും, ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നീങ്ങും. but there is no vertical movement. vertical movement ഇല്ലാത്തതിനാൽ അവിടെ ഒരേ ഒരു റിയാക്ഷനേ ഉണ്ടാവുള്ളൂ. that is termed as vertical reaction. VB എന്ന് പറയുന്ന റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ക്ലിയർ ആണോ? ഇതേപോലെ അറിഞ്ഞിരിക്കേണ്ട, ഇമീഡിയറ്റ്ലി നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വേറൊരു സപ്പോർട്ടാണ് ഇത്. യെസ്, നമ്മൾ എന്താ പേര് കൊടുത്തത്? യെസ്, ABC കൊടുക്കുക അല്ലെ. ഇറ്റ് ഈസ് കോൾഡ് ഫിക്സ്ഡ് സപ്പോർട്ട് ആണ് അല്ലെ. നെക്സ്റ്റ് വൺ ഈസ് ഫിക്സ്ഡ് സപ്പോർട്ട് ആണ്. എങ്ങനെയാണ് ഫിഗർ ഉണ്ടാവാറുള്ളത്? ഇതാണ് ഫിക്സ്ഡ് സപ്പോർട്ട് അല്ലെ. നമുക്ക് ഇതിനെ സി എന്ന് പറയാം അല്ലെ. അവിടുത്തെ ഒരു മെമ്പറും കൂടി കാണിക്കാം. സി എന്ന് പറയാം. ഏതൊക്കെയാണ് റിയാക്ഷൻ? there is no vertical movement, there is no horizontal movement, there is no rotation. vertical movement ഇല്ല, ഹൊറിസോണ്ടൽ മൂവ്മെന്റ് ഇല്ല, റൊട്ടേഷൻ ഇല്ല. അതായത് ഈ പറഞ്ഞ എല്ലാ റിയാക്ഷൻസും അവിടെ ഉണ്ടാവും. ഓക്കെ അല്ലെ? സോ എങ്ങനെ എഴുതാൻ വേണമെങ്കിൽ എഴുതാൻ മനസ്സിലാൻ വേണ്ടി നോട്ട് അലൗസ് എന്തൊക്കെയാണ്? it not allows vertical movement, it does not allow vertical movement, it does not allow horizontal movement, and it does not allow rotation also. does not allows rotation also. ഒരു സാധനവും allow ചെയ്യില്ല, അതായത് എല്ലാ റിയാക്ഷൻസും ഉണ്ടാവും. that is, there will be a vertical reaction VC, there will be a horizontal reaction HC, and there will be a moment as a reaction. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? MC എന്ന് പറയാം. സപ്പോർട്ടിന്റെ പേരിനനുസരിച്ച് നമ്മൾ റിയാക്ഷന്റെ പേര് കൊടുത്തിരിക്കുകയാണ്. സംഭവം ഓക്കെയാണോ? പറയൂ. ഇതാണ് ബേസിക്സ്. സോ ടൈപ്സ് ഓഫ് സപ്പോർട്ട് പറഞ്ഞു. ഏതൊക്കെ സപ്പോർട്ട്? ഹിഞ്ചഡ് സപ്പോർട്ട്, വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ. റോളർ സപ്പോർട്ട്, ഓൺലി വെർട്ടിക്കൽ റിയാക്ഷൻ. ഫിക്സ്ഡ് സപ്പോർട്ട്, ഇറ്റ് ഹാവ് എവറി റിയാക്ഷൻ, വെർട്ടിക്കൽ റിയാക്ഷൻ, ഹൊറിസോണ്ടൽ റിയാക്ഷൻ, ആൻഡ് മൊമെന്റ് ആസ് എ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണോ? യെസ്. ഇനി അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ ബേസിക്സ് ടൈപ്സ് ഓഫ് ലോഡ് ഓൺ എ മെമ്പർ ആണ്. ടൈപ്സ് ഓഫ് ലോഡ് ഓൺ എ മെമ്പർ, ഓൺ മെമ്പേഴ്സ്. നമ്മൾ ആദ്യം നമുക്ക് ബീമിൽ പറയാം, എന്നിട്ട് നമുക്ക് ബാക്കി ട്രസ്സിലേക്കും ഫ്രെയിമിലേക്കും നമ്മൾ കിടക്കുന്നതായിരിക്കും. നെക്സ്റ്റ് നമ്മൾ അറിയേണ്ടത് എന്താണ്? ടൈപ്സ് ഓഫ് ലോഡ് ആണ് അറിയേണ്ടത് ഓൺ എ മെമ്പർ. ഏതൊക്കെയാ ലോഡുകൾ പറഞ്ഞത്? നാട്ടില് നമ്മുടെ മെമ്പേഴ്സിൽ ആക്ട് ചെയ്യുന്ന ലോഡുകൾ ഏതൊക്കെയാണ്? നാട്ടില് നമ്മുടെ മെമ്പേഴ്സിൽ ആക്ട് ചെയ്യപ്പെടുന്ന ലോഡുകൾ ഏതൊക്കെയാണ്? ആദ്യത്തെ ലോഡ് പറയാണ്, ഇറ്റ് ഈസ് ടേംഡ് ആസ് ട്രാൻസ്വേഴ്സ് ലോഡ് ആണ് ആദ്യത്തെ ലോഡ്. ഇതിനാണ് നിങ്ങൾ എന്തും പറയാറുള്ളത്? വെർട്ടിക്കൽ ലോഡിംഗ് എന്ന് പറയാറുള്ളത്. വളരെ ബേസിക്സ് ആണ്. വെർട്ടിക്കൽ ലോഡ്സ് ആണ്. നോക്കിയേ, ക്വസ്റ്റ്യനിൽ മിക്കവാറും 90% കേസസിലും നമ്മുടെ മെമ്പറിന്റെ മുകളിൽ ആക്ട് ചെയ്യപ്പെടുന്ന ലോഡ് ഏതായിരിക്കും? വെർട്ടിക്കൽ ലോഡ് ആയിരിക്കും. ഓക്കെ അല്ലെ? സോ ഫിഗർ വരയ്ക്കാം, വളരെ സിമ്പിൾ ആയിട്ട് ഫിഗർ വരയ്ക്കാൻ പറ്റും. നമുക്ക് നോക്കിയേ, ഇതാണ് നമ്മുടെ ബീം. യെസ്, ആൻഡ് ബീമില് സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് കാര്യങ്ങൾ പറയാനും കൺസെപ്റ്റ് മനസ്സിലാക്കാനും എളുപ്പം ഏതാണ്? സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അതുകൊണ്ടാണ് നമ്മൾ ജനറലി ഏത് കൺസെപ്റ്റ് പറയുമ്പോഴും സിംപ്ലി സപ്പോർട്ടഡ് ബീം സെലക്ട് ചെയ്യുന്നത്. ഓക്കെ അല്ലെ? യെസ്. ആൻഡ് ആ സിംപ്ലി സപ്പോർട്ടഡ് ബീമിൽ നമുക്ക് ഇപ്പൊ തൽക്കാലം എന്ത് പറയാം? പി എന്ന് പറയുന്ന വെർട്ടിക്കൽ ലോഡാണ്, പോയിന്റ് ലോഡാണ് കാണിച്ചിരിക്കുന്നത്. ആ ലോഡാണ് ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ പറഞ്ഞേ ഇവിടെ വെർട്ടിക്കൽ ലോഡ് മാത്രമേ ആക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഈ പറയുന്ന സപ്പോർട്ടിൽ എന്ത് റിയാക്ഷൻസേ ഉണ്ടാവുള്ളൂ? യെസ്, സിൻസ് ദർ ഈസ് ഓൺലി വെർട്ടിക്കൽ ലോഡ് അല്ലെ, താഴോട്ട് ലോഡ് ആക്ട് ചെയ്യുന്നു, അതുകൊണ്ട് മുകളിലോട്ട് റിയാക്ഷൻ കൊടുക്കും അല്ലെ അങ്ങനെയല്ലേ? സോ ലെറ്റ്സ് സേ ദിസ് പോയിന്റ് ഇസ് എ, ദിസ് പോയിന്റ് ഇസ് ബി, സോ ദർ വിൽ ബി ഓൺലി VA. ഇവിടെ എന്തുണ്ടാവും? VB ഉണ്ടാവും. കുഴപ്പമുണ്ടോ? ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ടാവും ഇവിടെ. HA ഉണ്ടാവണ്ട അല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? നോ, കൊടുക്കരുത്. ഒരു കാരണവശാലും കൊടുക്കരുത്. there is no horizontal reaction. കാരണം എന്താണ്? വെർട്ടിക്കൽ ലോഡ് അല്ലേ ഉള്ളൂ. അപ്പൊ വെർട്ടിക്കൽ റിയാക്ഷനേ ഉണ്ടാവുള്ളൂ. ഈവൻ ദോ ഇതൊരു ഹിഞ്ചഡ് സപ്പോർട്ടാണ്. ഹിഞ്ചഡ് സപ്പോർട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞു വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ ഉണ്ട്. ബട്ട് ഇവിടെ തൽക്കാലം എന്ത് മതി?
ഇവിടെ തൽക്കാലം എന്ത് മതി? വെർട്ടിക്കൽ റിയാക്ഷൻ മാത്രം മതി. കാരണം ഇപ്പം വെർട്ടിക്കൽ ലോഡിംഗ് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ പോയിന്റ്? നോക്കിയേ, പലർക്കും ഈ കാര്യങ്ങൾ അറിയണ്ടാവും. അഥവാ ആർക്കെങ്കിലും ഇതിനെക്കുറിച്ച് വ്യക്തത ഇല്ലാത്തതുണ്ടെങ്കിൽ, ക്ലിയർ അല്ലാത്തതുണ്ടെങ്കിൽ, കൺഫ്യൂഷൻ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഇത്രയും ബേസിക് ആയിട്ട് പറയുന്നത്. വെർട്ടിക്കൽ ലോഡാണ് വരുന്നത്, അതുകൊണ്ട് വെർട്ടിക്കൽ റിയാക്ഷൻ മതി. വെറുതെ ഇല്ലാത്ത അല്ലെങ്കിൽ ഈ സിറ്റുവേഷനിൽ പ്രസന്റ് അല്ലാത്ത ഹൊറിസോണ്ടൽ റിയാക്ഷനെ കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ റിയാക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ക്ലിയർ അല്ലേ? സോ ഇവിടെ എന്തൊക്കെയുള്ളൂ? നമ്പർ ഓഫ് റിയാക്ഷൻസ് പറഞ്ഞേ. നമ്പർ ഓഫ് റിയാക്ഷൻസ് തൽക്കാലം ഞാൻ അതിനെ 6 എന്ന് പറയാണ്. ഈ കേസിൽ എത്രയാണത്? 2 ആണ്. നമ്പർ ഓഫ് റിയാക്ഷൻസ് ഇസ് ഈക്വൽ ടു എത്രയാണ്? 2 ആണ്. ക്ലിയർ അല്ലേ? സോ ഇതാണ് ടൈപ്സ് ഓഫ് ലോഡിംഗ്. ഫസ്റ്റ് വൺ. രണ്ടാമത്തെ ലോഡിംഗ് നോക്കൂ. പേരെന്താ കൊടുത്ത്? യെസ്, റോമൻ ലെറ്റേഴ്സ് ആണ്. രണ്ടാമത്തെ നമുക്ക് ഹൊറിസോണ്ടൽ ലോഡിംഗ് കൊടുക്കാം. ഹൊറിസോണ്ടൽ ലോഡിംഗ് ആണ്. സോ ബീം വരയ്ക്കുകയാണ്. ഇതാണ് നമ്മുടെ ബീം കാണിച്ചിരിക്കുന്നത്. സിംപ്ലി സപ്പോർട്ടഡ് ബീം ആകുന്നു. അതുകൊണ്ട് ഇതാ ഹിഞ്ച്ഡ് സപ്പോർട്ട്. ഇപ്പുറത്ത് എന്താ വരയ്ക്കുന്നത്? റോളർ സപ്പോർട്ട്. ഇവിടെ എന്താ ഇപ്പൊ ലോഡ് ഉള്ളത്? ഹലോ, ഇതാണ് പോയിന്റ് എ, ഇതാണ് പോയിന്റ് ബി. ലെറ്റ്സ് സേ സി എന്ന് പറയുന്ന പോയിന്റിൽ വി ആർ ഹാവിംഗ് എ ഹൊറിസോണ്ടൽ ലോഡ്. കാണുന്നുണ്ടോ? ഹൊറിസോണ്ടൽ ലോഡ് കാണുന്നുണ്ടോ? പി എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലോഡാണ് ഈ മെമ്പറിൽ ഇപ്പം ആക്ട് ചെയ്യുന്നത്. പി എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ ലോഡാണ് ഈ മെമ്പറിൽ ആക്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങളൊന്ന് വരച്ചേ, റിയാക്ഷൻ ഒന്ന് വരച്ചേ. എന്ത് റിയാക്ഷനേ ഉണ്ടാവുള്ളൂ? ഇവിടെ ഹൊറിസോണ്ടൽ ലോഡേ ഉള്ളൂ. അതുകൊണ്ട് അതിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള റിയാക്ഷൻ കൊടുത്താൽ പോരെ? എന്നാലല്ലേ നമ്മുടെ മെമ്പർ ഇക്വിലിബ്രിയത്തിൽ നിൽക്കുള്ളൂ. ആൻഡ് ഹൊറിസോണ്ടൽ റിയാക്ഷൻ കൊടുക്കാൻ പറ്റുന്ന സപ്പോർട്ട് ഈ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ഹിഞ്ച്ഡ് സപ്പോർട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് മാത്രം കൊടുത്താൽ മതി? ഇവിടെ എച്ച് എ എന്ന് പറയുന്ന ഹൊറിസോണ്ടൽ റിയാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എന്തുണ്ടാവില്ല? വെർട്ടിക്കൽ റിയാക്ഷൻ വി എ കാണിക്കേണ്ട ആവശ്യമില്ല, വെർട്ടിക്കൽ റിയാക്ഷൻ വി ബി കാണിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കാണിച്ചാൽ അത് തെറ്റാണ്. നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടില്ല എന്നാണ്. എപ്പോഴാണ് വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവുക? വെർട്ടിക്കലി ലോഡ് വരുന്നുണ്ടെങ്കിൽ മാത്രം വെർട്ടിക്കൽ റിയാക്ഷൻ കാണിച്ചാൽ പോരെ? ഈ ഫിഗറിൽ ഹൊറിസോണ്ടൽ ലോഡ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹൊറിസോണ്ടൽ റിയാക്ഷനേ ഉണ്ടാവുള്ളൂ. സോ കൺക്ലൂഡിംഗ് ദ പോയിന്റ്, നമ്പർ ഓഫ് റിയാക്ഷൻസ് പറയൂ. നമ്പർ ഓഫ് റിയാക്ഷൻസ് ആർ ഇൻ ദിസ് ഫിഗർ ഈസ് ഈക്വൽ എത്രയാണ്? 1 ആണ്. ഭയങ്കര ബേസിക് എന്ന് വെച്ചാൽ അതുക്കും താഴെയുള്ള ബേസിക്, അതുക്കും മേലെ അതുക്കും താഴെയുള്ള ബേസിക് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആണോ? ഇത് വളരെ വ്യക്തമാക്കി മുന്നോട്ട് പോവുക, എന്നാലേ കാര്യം ക്ലിയർ ആവുള്ളൂ, കളർ ആവുള്ളൂ. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. നെക്സ്റ്റ് നോക്കിയേ, ഒരു കേസ് കൂടി പറയാം. അതാണ് ശ്രദ്ധിക്കേണ്ട കേസ്. ദ തേർഡ് കേസ്. കാര്യങ്ങൾ തേർഡ് കേസ് ആണ്. സോ നമ്മൾ ട്രാൻസ്വേഴ്സ് ലോഡ് പറഞ്ഞു, അതായത് വെർട്ടിക്കൽ ലോഡ് പറഞ്ഞു. നമ്മളിപ്പോ ഹൊറിസോണ്ടൽ ലോഡ് പറഞ്ഞു. മൂന്നാമത്തെ കേസ് ആണ്. ഇറ്റ് ഈസ് ടേംഡ് ആസ് ജനറൽ ലോഡിംഗ് ആണ്. ജനറൽ ലോഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കിയേ, മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ ഫിഗർ ഇങ്ങനെയാണ്. ഇത്തരത്തിലാണ് ഫിഗർ ഉള്ളത്. വീണ്ടും സിംപ്ലി സപ്പോർട്ടഡ് ബീം ആണ് വരച്ചിരിക്കുന്നത്. കാണുന്നുണ്ടല്ലോ? പേര് കൊടുക്കാം. ദിസ് ആൻഡ് ഈസ് എ, ദിസ് ആൻഡ് ഈസ് ബി. നിങ്ങൾ പറഞ്ഞേ, ഇങ്ങനെയാണ് നിങ്ങൾക്ക് ഫിഗർ തന്നിരിക്കുന്നതെങ്കിൽ ഈ ഒരു ബീമിൽ എന്ത് ലോഡാണ് ആക്ട് ചെയ്യുന്നത്? ഈ കാണിച്ചിരിക്കുന്ന ബീമിൽ ഏത് ടൈപ്പ് ലോഡാണ്? ട്രാൻസ്വേഴ്സ് ലോഡാണോ ഹൊറിസോണ്ടൽ ലോഡാണോ ആക്ട് ചെയ്യുന്നത്? ഇങ്ങനെ വെറുതെ ഒരു ബീം തന്നിട്ടേ ഉള്ളൂ, അതിന്റെ മുകളിൽ ലോഡിംഗ് ഒന്നും കാണിച്ചിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഈ കാണിച്ചിരിക്കുന്ന ബീമിൽ ഏത് ലോഡാണ് ആക്ട് ചെയ്യുന്നത്? പറയൂ. ട്രാൻസ്വേഴ്സ് ലോഡാണോ ഹൊറിസോണ്ടൽ ലോഡാണോ അല്ലെങ്കിൽ വേറെ ഏതോ ലോഡാണോ? യെസ് പറയൂ. ഇങ്ങനെയാണ് ഫിഗർ തന്നിരിക്കുന്നതെങ്കിൽ ഇഫ് നോ ലോഡിംഗ് ഈസ് ഷോൺ, അങ്ങനെയാണെങ്കിൽ അതിന്റെ അർത്ഥം ആ ഒരു ബീമിന്റെ മുകളിൽ ഏതാണ് ലോഡ്? there is an inclined ലോഡിംഗ് ആണ്. ഏതാണ് ലോഡ്? ഇൻക്ലൈൻഡ് ലോഡിംഗ് ആണ്. ജനറൽ ലോഡിംഗ് എന്ന് പറഞ്ഞാൽ ട്രാൻസ്വേഴ്സ് ലോഡ് അല്ല, അതായത് വെർട്ടിക്കൽ ലോഡ് അല്ല, ഹൊറിസോണ്ടൽ ലോഡ് അല്ല. അതിന്റെ അർത്ഥം ആ ഒരു ബീമിന്റെ മുകളിൽ ഇൻക്ലൈൻഡ് ലോഡാണ്. അതായത് ഇങ്ങനെ ഫിഗർ വരച്ചാലും ഇതേ ഫിഗറിനെ ഓർന്നാക്കി എഴുതാം. ഇതേ ഫിഗറിനെ നമുക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം. അതിനെ ഞാൻ എന്ന് കാണിക്കുകയാണ്. ഇതേ ഫിഗറിനെ നിങ്ങൾക്ക് ഇങ്ങനെ വരയ്ക്കാം. അതായത് ഇതാ ബീമാണ് വരച്ചിരിക്കുന്നത്, സപ്പോർട്ടാണ് കാണിച്ചിരിക്കുന്നത്, അതേ ബീമാണ്, അതേ പേരാണ്, അതേ ബീമാണ്, അതേ പേരാണ്. സോ ദിസ് ഈസ് എ ബി. പറയൂ, ഇങ്ങനെയാണ് ഫിഗർ എങ്കിൽ നിങ്ങൾ ഐദർ യു ക്യാൻ ഡ്രോ ഇറ്റ് ഇൻ എ വേ ഓഫ്, നിങ്ങൾ എ എന്ന രീതിയിൽ വരയ്ക്കാം, ബി എന്ന രീതിയിൽ വരയ്ക്കാം. രണ്ടും സെയിം ആണ്. അതായത് ഇതിന്റെ മുകളിൽ ഇപ്പോൾ ആക്ട് ചെയ്യപ്പെടുന്ന ലോഡ് ഏതാണ്? യെസ്, ഇൻക്ലൈൻഡ് ലോഡ് പി ആണ് ആക്ട് ചെയ്യുന്നത്. ഈ രണ്ട് ഫിഗറും ഒരേ സാധനമാണ്. സോ ഇനി മുതൽ അങ്ങോട്ട് മനസ്സിലാക്കുക, നിങ്ങളുടെ ബീമിന്റെ മുകളിൽ, നിങ്ങളുടെ ട്രസിന്റെ മുകളിൽ, നിങ്ങളുടെ ഫ്രെയിമിന്റെ മുകളിൽ, നിങ്ങളുടെ കോളത്തിന്റെ മുകളിൽ ലോഡ് ഒന്നും കാണിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം
അതിന്റെ മുകളിൽ ഇൻക്ലൈൻഡ് ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ഇനി ഇൻക്ലൈൻഡ് ലോഡിന്റെ പ്രത്യേകത എന്താണ്? ഇൻക്ലൈൻഡ് ലോഡിന്റെ പ്രത്യേകത എന്താണ്? അതിന് രണ്ട് കമ്പോണൻസ് ഉണ്ടാവും. ഒന്ന് ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഉണ്ടാവും, ഒന്ന് വെർട്ടിക്കൽ കമ്പോണന്റ് ഉണ്ടാവും. സോ ഞാൻ റിപ്പീറ്റ് ചെയ്യാണ് പോയിന്റ്. തേർഡ് കൈൻഡ് ഓഫ് ലോഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറൽ ലോഡിംഗ് ആണ്. ജനറൽ ലോഡിംഗ് എന്ന് ഇനി കേട്ട് കഴിഞ്ഞാൽ അത് ഇൻക്ലൈൻഡ് ലോഡിൽ സബ്ജക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള മെമ്പർ ആണെന്ന് മനസ്സിലാക്കണം. അതായത് നമ്മുടെ ഫിഗറിൽ ഒരു ലോഡിങ്ങും കാണിക്കില്ല. ഒരു ലോഡിങ്ങും കാണിക്കില്ല എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് അതിന്റെ മുകളിൽ ഇൻക്ലൈൻഡ് ലോഡിംഗ് ആണ്. സോ ഐ എം ഡ്രോയിങ് ദാറ്റ് അഗൈൻ സോ ദാറ്റ് വി ക്യാൻ ഷോ ദ റിയാക്ഷൻസ്. സോ എന്താണിത്? യെസ്, ഇൻക്ലൈൻഡ് ലോഡിംഗ് ആണ്. എങ്ങനെ മനസ്സിലായി? എങ്ങനെ മനസ്സിലായി? ബിക്കോസ് ദർ ഈസ് നോ ലോഡ് ഷോൺ. ഇതിൽ ഒരു ലോഡും കാണിക്കുന്നില്ല അല്ലെ, ഒരു ലോഡും കാണിക്കുന്നില്ല. അതിന്റെ അർത്ഥം എന്താണ്? എവിടെ പോയി? യെസ്, അതിന്റെ അർത്ഥം ഇവിടെ ഇൻക്ലൈൻഡ് ലോഡ് എന്നാണ്. സോ ഓക്കെ, സോ ഞാൻ ഇൻക്ലൈൻഡ് ലോഡ് എന്ന് കാണിക്കുകയാണ് അല്ലെ. ഈ ഇൻക്ലൈൻഡ് ലോഡിനെ ഞാനൊന്ന് എന്താ അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തു. എന്തിനു വേണ്ടിയാണ്? സോ ദാറ്റ് വി ക്യാൻ ഷോ ദ കമ്പോണൻസ് ആണ്. സോ ഇതാണ് എഫ് എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. അതിന്റെ വെർട്ടിക്കൽ കമ്പൗണ്ട് ആണിത്. അതിനെ നമുക്ക് എഫ് വൈ എന്ന് പറയാം. അതിന്റെ ഹോറിസോണ്ടൽ കമ്പൗണ്ട് ആണിത്. നമുക്ക് അതിനെ എഫ് എക്സ് എന്ന് പറയാം. കുഴപ്പമുണ്ടോ? ഇൻക്ലൈൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഏതൊരു സാധനത്തിനെയും എക്സ് പ്ലെയിനിലും വൈ പ്ലെയിനിലും നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റും. 4ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. എന്ന് വെച്ചാൽ ചെറിയ അല്ലെ, പണ്ട് നമ്മൾ പഠിച്ചതാണ് ഉദ്ദേശിക്കുന്നത്. സോ നോക്കിയേ, ഇതാണ് കേസ് എങ്കിൽ ഇറ്റ് ഈസ് എ കേസ് ഓഫ് എന്താണ്? ഇറ്റ് ഈസ് എ കേസ് ഓഫ് ജനറൽ ലോഡിംഗ് ആണ്. ഇറ്റ് ഈസ് എ കേസ് ഓഫ് ജനറൽ ലോഡിംഗ് ആണ്. അതായത് ഇവിടെ വെർട്ടിക്കൽ ലോഡിംഗും ഉണ്ട്, ഹൊറിസോണ്ടൽ ലോഡിംഗും ഉണ്ട്. ബിക്കോസ് ആക്ട് ചെയ്യുന്ന ലോഡ് ഏതാണ്? ഇൻക്ലൈൻഡ് ലോഡാണ്. അതായത് നിങ്ങളുടെ സപ്പോർട്ട് എയിൽ വെർട്ടിക്കൽ റിയാക്ഷൻ വി എ ഉണ്ടാവും, ഹൊറിസോണ്ടൽ റിയാക്ഷൻ എച്ച് എ ഉണ്ടാവും. നിങ്ങൾ സപ്പോർട്ട് ബിയിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? വെർട്ടിക്കൽ റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. കാരണം അത് റോളർ സപ്പോർട്ടാണ്. അതായത് നമ്പർ ഓഫ് റിയാക്ഷൻസ് ആർ ഈസിക്കൽ ടു ഇപ്പൊ എത്രയാവുന്നു? 3 ആണ്. സംഭവം ക്ലിയർ ആണോ? ഇത് ലോക്ക് ചെയ്യണം. ഇത് നമ്മുടെ മൈൻഡിൽ സെറ്റ് ആയിരിക്കണം. So there is a transverse loading എന്ന് വെച്ചാൽ vertical loading. There is a horizontal loading, that is there is a horizontal load acting. അതുകൊണ്ട് horizontal reaction മാത്രമേ ഉണ്ടാവുള്ളൂ. ഒരു ലോഡിങ്ങും കാണിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അത് ഇൻക്ലൈൻഡ് ലോഡിംഗ് ആണ് എന്ന് മനസ്സിലാക്കണം. ആ കേസിനെയാണ് നമ്മൾ ജനറൽ ലോഡിംഗ് എന്ന് പറയുന്നത്. നിങ്ങളുടെ സപ്പോർട്ടിൽ ഉണ്ടാകാൻ പറ്റുന്ന എല്ലാ റിയാക്ഷൻസും ഉണ്ടാവും. സംഭവം ക്ലിയർ ആണോ? സംഭവം ക്ലിയർ ആണോ? യെസ്. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞത് വെക്കേണ്ട അടുത്ത ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള മെമ്പേഴ്സ് എല്ലാം ഇക്വിലിബ്രിയത്തിലാണെന്നുള്ള അസംഷൻ ആണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. ഓക്കെ അല്ലെ? സോ ഫസ്റ്റ് പോയിന്റ് എന്താ നമ്മൾ പറഞ്ഞത്? ടൈപ്സ് ഓഫ് സപ്പോർട്ട്. രണ്ടാമത്തെ പോയിന്റ് ടൈപ്സ് ഓഫ് ലോഡ് ആണ്. മൂന്നാമത്തെ പോയിന്റ് നമ്മൾ പറയുന്നത് അസംഷൻ ആണ്. നമ്മുടെ അസംഷൻ എന്താണ്? വളരെ വളരെ അധികം ബേസിക്സ് ആണ് പറയുന്നത്. അസംഷൻ എന്താ പറയുന്നത്? ഓൾ മെമ്പേഴ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം. ഓൾ മെമ്പേഴ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം ആണ്. ഓൾ മെമ്പേഴ്സ് ആർ ഇൻ ഇക്വിലിബ്രിയം. എല്ലാ മെമ്പേഴ്സും എന്തിലാണ്? ഇക്വിലിബ്രിയം ആണ്. That is, we need equilibrium equations. ശ്രദ്ധിക്കുക. ഹലോ, we need equilibrium equations to solve the member. അല്ലെ? ഇക്വിലിബ്രിയം ഇക്വേഷൻസിനെ ഇനി അങ്ങോട്ട് നമ്മൾ ഇ എന്ന് എഴുതുള്ളൂ. എഴുതാനും പറയാനുള്ള സൗകര്യമാണ്. വെറുതെ നീട്ടി വലിച്ച് എഴുതണ്ടല്ലോ. സോ ഇ എന്നേ പറയുള്ളൂ ഇക്വിലിബ്രിയം ഇക്വേഷൻസ്. പറയൂ, നിങ്ങൾ മെമ്പറിൽ 2 ഡയമെൻഷനൽ അനാലിസിസ് ആണ് നടത്തുന്നതെങ്കിൽ ഇൻ 2D അനാലിസിസ് അല്ലെ, പിന്നെ ഏതാണ്ടാവുക നമ്മൾ അനാലിസിസ്, പിന്നെ ഏതാള് 3D അനാലിസിസ് അല്ലെ. ഇൻ 2D അനാലിസിസ് പിന്നെ ഏതാ അനാലിസിസ്? 3D അനാലിസിസ്. യെസ്, അത് വേറെ പേജിൽ എഴുതേണ്ടി വരും മിക്കവാറും. 2 ഡയമെൻഷനൽ ആണ് അനാലിസിസ്. അതായത് നിങ്ങളുടെ പ്ലെയിൻ ഏതൊക്കെയാണ്? എക്സ് ആൻഡ് വൈ പ്ലെയിൻ ആണ്. എക്സ് ആൻഡ് വൈ പ്ലെയിൻ ആണെങ്കിൽ ഏതൊക്കെയാണ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ്? 3D ആണെങ്കിൽ ഏതൊക്കെയാണ് പ്ലെയിൻ ഉണ്ടാവുക? എക്സ് ഉണ്ടാവും, വൈ ഉണ്ടാവും, പിന്നെ എന്തുകൂടി ഉണ്ടാവും? ഇസഡും കൂടി ഉണ്ടാവും. ഇതൊക്കെ 4ാം ക്ലാസ് ആണ്, എല്ലാവർക്കും അറിയാം. നോക്കിയാൽ 2 ഡയമെൻഷൻ അനാലിസിസിലെ 2 ഡയമെൻഷൻ അനാലിസിസിലെ ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആർ, പറയൂ ഏതൊക്കെയാണ്? ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആർ, ഫസ്റ്റ് വൺ ഏതാണ്? യെസ്, summation of force in the x direction is equal to 0. Second one, summation of force in the y direction is equal to 0. Third one, summation of force in the force ആണോ? അല്ല, moment ആണ്. Summation of force in the x direction, summation of force in the y direction, summation of moment in the z direction is equal to 0. ഇതാണ് 2 ഡയമെൻഷൻ. 3D പറഞ്ഞേ, 3 ഡയമെൻഷൻ പറയൂ ഏതൊക്കെയാണ്? 6 എണ്ണം ഉണ്ട്. ഓക്കെ അല്ലെ? യെസ്, ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആർ ഏതൊക്കെയാണ് പറയൂ? ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആർ ഏതൊക്കെയാണ്? 6 എണ്ണമാണ്. ഫസ്റ്റ് വൺ ഏതാണ്? സമ്മേഷൻ ഓഫ് എഫ് എക്സ് ഇസ് ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് എഫ് വൈ ഇസ് ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് എഫ് ഇസഡ് ഈക്വൽ ടു 0. അതായത് ഫോഴ്സ് ഇൻ എക്സ് വൈ ഡയറക്ഷൻ ഈസ് ഈക്വൽ എന്താണ്? 0 ആണ്. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? സമ്മേഷൻ ഓഫ് എം എക്സ് ഇസ് ഈക്വൽ ടു 0, സമ്മേഷൻ ഓഫ് എം വൈ ഇസ് ഈക്വൽ ടു 0,
സമ്മേഷൻ ഓഫ് എം ഇസഡ് ഈസ് ഈക്വൽ ടു 0. ക്ലിയർ അല്ലേ? അതായത് മൊത്തത്തിൽ എത്ര ഇക്വേഷൻ ആയി? നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആർ ഈക്വൽ ടു 6 ആണ് അല്ലെ. എഫ് എക്സ് എഫ് വൈ എഫ് ഇസഡ് എം എക്സ് എം വൈ എം ഇസഡ്. നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസിനെ നമ്മൾ എസ് എന്ന ഡിനോഷൻ ആണ് കൊടുക്കുക. സോ വാട്ട് ഈസ് എസ്? എസ് ഈസ് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആകുന്നു, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്? ഇപ്പം 6 ആണ്. ആൻഡ് ഇവിടെ എസ് എത്രയാണ്? ഇവിടെ എസ് ഈസ് ഈക്വൽ ടു 3 ആണ്. കാര്യം ക്ലിയർ ആണോ? സോ ടൈപ്പ് ഓഫ് സപ്പോർട്ട് നമ്മൾ പറഞ്ഞു, ടൈപ്സ് ഓഫ് ലോഡ് നമ്മൾ പറഞ്ഞു. ടൈപ്സ് ഓഫ് ലോഡ് പറഞ്ഞപ്പോ എത്ര നമ്പർ ഓഫ് റിയാക്ഷൻസ്, അതായത് 6 എത്ര വരുന്നു എന്ന് നമ്മൾ പറഞ്ഞു. സോ നമ്മൾ പറഞ്ഞ ലെറ്റേഴ്സ് ഏതൊക്കെയാണ്? 6 എന്നാണ്. ഓക്കെ, ബേസിക്സ് ആണ്, പലർക്കും മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ എങ്ങോട്ടേക്കാണ് എത്താൻ പോകുന്നത് എന്നുള്ളത്. സോ നമ്പർ ഓഫ് റിയാക്ഷൻസ് പ്രസന്റ് ഇൻ ഈച്ച് കേസ് എന്താണ് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ സാധനം എന്താണ്? ഇക്വിലിബ്രിയം ഇക്വേഷൻസ് എസ് ആണ്. അതായത് നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് റിക്വയർഡ് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. സോ 2 ഡയമെൻഷൻ ആണെങ്കിൽ എത്രയാണ്? എസ് ഇസ് ഈക്വൽ ടു 3 ആണ്. യെസ്, 3 ഡയമെൻഷൻ ആണെങ്കിൽ എസ് ഇസ് ഈക്വൽ ടു 6 ആണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ മൊത്തം അനാലിസിസ്, അത് സ്ട്രക്ചർ ആയിക്കോട്ടെ, സ്റ്റീൽ ആയിക്കോട്ടെ, RCC ആയിക്കോട്ടെ, സ്ട്രെങ്ത് ഓഫ് മെറ്റൽ ആയിക്കോട്ടെ, നമ്മുടെ അനാലിസിസ് 2 ഡയമെൻഷനിലാണ്. 3 ഡയമെൻഷൻ അനാലിസിസ് നമ്മൾ ചെയ്യാറില്ല. അതിനെ സ്പേഷ്യൽ അനാലിസിസ് എന്നൊക്കെ പറയും. വാട്ട് ആർ ദ നമ്പർ ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ഇൻ സ്പേഷ്യൽ അനാലിസിസ് എന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. ക്ലിയർ അല്ലേ? സെഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. കാരണം നമ്മൾക്ക് ചെറിയ ചെറിയ സെഷനിൽ എഫക്റ്റീവ് ആയിട്ട് കൂടുതൽ കാര്യങ്ങൾ പറയാം. എന്താ പറഞ്ഞു വന്നത്? സ്ട്രക്ചറൽ അനാലിസിസിലെ സ്റ്റാറ്റിക് ഇൻഡിറ്റർമിനൻസി എന്ന് പറയുന്ന ടോപ്പിക് ആണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അത് അല്ലെങ്കിൽ അതിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയലിലെ ബേസിക്സ് കട്ടകവിൽ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം അല്ലെ. നമ്മുടെ കയ്യിൽ സ്ട്രോങ് ആയിട്ട് കരിങ്കൽ പോലെ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. പറഞ്ഞ ബേസിക്സ്, ടൈപ്സ് ഓഫ് സപ്പോർട്ട്, ടൈപ്സ് ഓഫ് ലോഡ്സ് ഓൺ എ മെമ്പർ, അതിന്റെ കൂടെ തന്നെ നമ്പർ ഓഫ് റിയാക്ഷൻസ് പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞ എന്താണ്? ടൈപ്സ് ഓഫ് ഇക്വിലിബ്രിയം ഇക്വേഷൻസ് ആണ്. 2 ഡയമെൻഷൻ അനാലിസിസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക. അതിന്റെ കൂടെ 3 ഡയമെൻഷൻ അനാലിസിസ് പറഞ്ഞതേ ഉള്ളൂ. ഈ സെഷൻ നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യും. ഇതിന്റെ പാർട്ട് 2 സെഷൻ നമ്മൾ അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ എല്ലാവരെയും കാണുന്നവരെ താങ്ക് യു.